പുതിയ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അപ്പോസ്തലനായ പൗലോസിൻ്റെ 4-ാമത്തെ ലേഖനമാണ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം. ഇത് പുതിയ നിയമത്തിലെ 9-ാമത്തെ പുസ്തകവും വേദപുസ്തകത്തിലെ 48-ാമത്തെ പുസ്തകവുമാണ്. തീവ്ര വൈകാരികത നിറഞ്ഞു നിൽക്കുന്ന ഹൃദയസ്പർശിയും എന്നാൽ കഠിന ഭാഷയിലും അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ഒരു കത്താണ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം. റോമൻ സാമ്രാജ്യത്തിലെ ഒരു പ്രവിശ്യയായിരുന്ന ഗലാത്യയിലുള്ള ക്രൈസ്തവ വിശ്വാസികൾക്കാണ് പൗലോസ് ഈ എഴുത്ത് എഴുതിയത്. ഇത് ഏകദേശം AD 48-49 കാലയളവിൽ എഴുതപ്പെട്ടു. ക്രൈസ്തവ വിശ്വാസികളും മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് ജീവിക്കണമെന്ന വിരുദ്ധ ഉപദേശത്തെ ഖണ്ഡിക്കുവാനാണ് അദ്ദേഹം ഇത് എഴുതിയത്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം മാത്രമുള്ള രക്ഷ എന്നതിനെ പൗലോസ് ശക്തമായി പ്രതിരോധിക്കുന്നു. രക്ഷയ്ക്ക് ന്യായപ്രമാണം പ്രകാരമുള്ള പ്രവൃത്തികൾ ആവശ്യമില്ല. ഈ വാദങ്ങൾ ദൈവകൃപ, വിശ്വാസത്താൽ മാത്രമുള്ള രക്ഷ, ന്യായപ്രമാണത്തിൽ നിന്നുള്ള ക്രിസ്തീയ വിശ്വാസികളുടെ സ്വാതന്ത്ര്യം എന്നിവയെ ഉറപ്പിക്കുന്നു. അനാറ്റോളിയ എന്നും ഏഷ്യ മൈനർ എന്നും അറിയപ്പെടുന്ന പ്രദേശത്തിൻ്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്തിരുന്ന റോമൻ സാമ്രാജ്യത്തിൻ്റെ ഒരു പ്രവിശ്യ ആയിരുന്നു ഗലാത്യ ദേശം. അത് ഇന്നത്തെ തുർക്കിയുടെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്തിരുന്നു. ഈ പ്രദേശത്തുള്ള ക്രിസ്തീയ സഭകൾക്കാണ് പൗലോസ് ലേഖനം എഴുതിയത്. അപ്പോസ്തലന്മാരുടെ കാലത്ത് ഗലാത്യ എന്ന വാക്ക് ഒരു പ്രദേശത്തെയും ഒരു പ്രത്യേക ജനസമൂഹത്തെയും സൂചിപ്പിച്ചിരുന്നു. ഗലാത്യർ ഒരു പ്രാദേശിക ജനസമൂഹമായിരുന്നു. ഏഷ്യ മൈനർ എന്ന ഭൂപ്രദേശത്തിൻ്റെ ഏകദേശം മധ്യഭാഗത്തായിരുന്നു ഗലാത്യർ എന്ന ജനസമൂഹം ജീവിച്ചിരുന്നത്. അവർ കെൽറ്റിക് വംശത്തിൽപ്പെട്ടവരായിരുന്നു. ഇന്നത്തെ ഫ്രാൻസിലെ ഗയൂൾ എന്ന പ്രദേശത്ത് നിന്നും BC 3-ാം നൂറ്റാണ്ടിൽ ഗലാത്യയിലേക്ക് അവർ കുടിയേറി താമസിച്ചു. BC 1-ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലത്ത് റോമൻ സൈന്യാധിപനായിരുന്ന പൊമ്പയുടെ കീഴിൽ ഗലാത്യ പ്രദേശം റോമൻ സാമ്രാജ്യത്തിന് കപ്പം കൊടുക്കുന്ന ഒരു ആശ്രിത രാജ്യമായി മാറി. AD 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഭാഗത്ത് റോമൻ ചക്രവർത്തിയായിരുന്ന വെസ്പേഷ്യൻ്റെ കാലത്ത് ഗലാത്യ പ്രദേശത്തിൻ്റെ അതിരുകൾക്ക് മാറ്റം ഉണ്ടായി. അതോടെയാണ് വടക്കൻ പ്രദേശം മാത്രം ഉൾക്കൊള്ളുന്ന ഗലാത്യ ദേശം ഉണ്ടായത്. എന്നാൽ പൗലോസ് ഇതിനു മുമ്പ് ഏകദേശം AD 48-49 കാലയളവിലാണ് ഗലാത്യർക്ക് ലേഖനം എഴുതുന്നത്. BC 189 സിറിയയിലെ സെലൂസിഡ് രാജാക്കന്മാരുമായി ചേർന്ന് റോമാക്കാർക്ക് എതിരെ ഗലാത്യർ നടത്തിയ കലാപത്തെ റോമൻ സാമ്രാജ്യം പരാജയപ്പെടുത്തി. BC 85 മുതൽ റോമൻ സാമ്രാജ്യത്തിൻ്റെ ആജ്ഞാനുവർത്തികളായ രാജാക്കന്മാർ ഗലാത്യ ദേശത്തെ ഭരിച്ചു. എങ്കിലും BC 25 വരെ അവർക്ക് പല കാര്യങ്ങളിലും സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. BC 25 ഈ പ്രദേശം പൂർണ്ണമായും റോമൻ സാമ്രാജ്യത്തിൻ്റെ നിയന്ത്രണത്തിൽ ആയി. റോമാക്കാരുടെ കീഴിൽ ഗലാത്യർ എന്ന ജനസമൂഹം താമസിച്ചിരുന്ന ദേശവും അതിന് ചുറ്റുമുണ്ടായിരുന്ന മറ്റു ചില പ്രദേശങ്ങൾ ഉൾപ്പെട്ട ഒരു വിശാല പ്രവിശ്യയായി മാറി. പൗലോസിന്റെ കാലത്ത് പെന്തോസ്, പാഫ്ലഗോണിയ എന്നീ പട്ടണങ്ങൾ ഗലാത്യ പ്രദേശത്തിന്റെ കിഴക്കും വടക്കും ഭാഗത്തായി സ്ഥിതി ചെയ്തിരുന്നു. ലുക്കോവോനിയ ദേശത്തിന്റെ ചില ഭാഗങ്ങൾ പുർഗ്യ, പിസിദ്യ, ഈസൗറിയ, കിലിക്കിയ എന്നീ പ്രദേശങ്ങൾ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്തിരുന്നു. അപ്പോസ്തലൻ പൗലോസാണ് ഈ ലേഖനം എഴുതിയത് എന്ന് ഗലാത്യർ 1-ാം വാക്യം, 5-2 എന്നീ വാക്യങ്ങളിൽ വ്യക്തമാണ്. ശൗൽ എന്നായിരുന്നു പൗലോസിന്റെ യഹൂദ പേര്. പൗലോസ് എന്നത് റോമൻ പേരാണ്. എന്നാൽ പൗലോസ് എന്നത് ശൗൽ എന്ന പേരിന്റെ ലാറ്റിൻ പരിഭാഷ അല്ല. അദ്ദേഹം ജനിച്ചത് കിലിക്യ എന്ന റോമൻ പ്രവിശ്യയിലെ തർസോസ് എന്ന സ്ഥലത്തായിരുന്നു. ഈ സ്ഥലം ഗലാത്യ പ്രദേശത്തിന് സമീപം ആയിരുന്നു. ഗമാലിയേൽ എന്ന പ്രസിദ്ധനായിരുന്ന യഹൂദ റബിയുടെ കീഴിൽ യെരുശലേമിൽ താമസിച്ച് പഴയ നിയമവും ന്യായപ്രമാണവും റബിമാരുടെ പഠിപ്പിക്കലും നല്ലതുപോലെ ഹൃദയസ്ഥമാക്കിയിരുന്നു. അദ്ദേഹം യഹൂദ വിശ്വാസത്തിൽ നിന്ന് ഒരു പരീശനും ആയിരുന്നു. യഹൂദ മതത്തിലെ ഉയർന്നു വരുന്ന ഒരു മതപണ്ഡിതനും സമപ്രായക്കാരെക്കാൾ മതം സംബന്ധമായി എരിവുള്ളവരും ആയിരുന്നു.
തികച്ചും നാടകീയമായിട്ടാണ് പൗലോസ് യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയത്. അദ്ദേഹം ഒരു യഹൂദ മതവിശ്വാസിയായിരിക്കെ ദമസ്കോസ് എന്ന പട്ടണത്തിൽ താമസിച്ചിരുന്ന ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ച് യഹൂദന്മാരെ പിടിച്ചുകെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുവന്ന് ഉപദ്രവിക്കുവാന് മഹാപുരോഹിതന്റെ അനുവാദപത്രം വാങ്ങിക്കൊണ്ട് അവിടേക്ക് പോകുന്ന വഴിയിൽ പട്ടണത്തിന്റെ പ്രധാന കവാടത്തിനരികെ വെച്ച് പെട്ടെന്ന് ആകാശത്ത് നിന്നൊരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നി. അവൻ കുതിരപ്പുറത്തു നിന്നും താഴെ വീണു, കാഴ്ച നഷ്ടപ്പെട്ടവനായി. അവിടെ അവൻ യേശുക്രിസ്തുവിന്റെ ശബ്ദം കേട്ടു, അവനെ ക്രിസ്തുവിനായി സമർപ്പിച്ചു. അങ്ങനെ ക്രിസ്തീയ സഭയെ ഏറ്റവും ഉപദ്രവിച്ചിരുന്ന ശൗൽ സഭയുടെ ശക്തനായ സുവിശേഷകൻ ആയി മാറി. റോമാ സാമ്രാജ്യത്തിലുടനീളം 3 സുവിശേഷ യാത്രകൾ അദ്ദേഹം നടത്തിയതിന്റെ ചരിത്രം അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ എന്ന പുതിയ നിയമ പുസ്തകത്തിൽ ഉണ്ട്. ഇതുകൂടാതെ 4മതൊരു യാത്ര കൂടി നടത്തിയിരുന്നു എന്നും കരുതപ്പെടുന്നു. യെരുശലേമിൽ ജീവിച്ചിരുന്ന ഒരു ചെറിയ കൂട്ടം സാധാരണ മനുഷ്യരിൽ നിന്നും ക്രിസ്തുവിന്റെ സുവിശേഷത്തെ വിശാലമായ റോമൻ സാമ്രാജ്യത്തിൽ എല്ലായിടവും എത്തിച്ചത് പൗലോസാണ്. അദ്ദേഹം 13 ലേഖനങ്ങൾ രചിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം. എല്ലാ ലേഖനങ്ങളും ഒരു പ്രത്യേക സഭയ്ക്കോ സഭകൾക്കോ വ്യക്തികൾക്കോ പൗലോസ് എഴുതിയ കത്തുകളാണ്. ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിന്റെ ഗ്രീക്ക് ഭാഷയിലുള്ള മൂലകൃതികളിൽ ഭൂരിപക്ഷത്തിന്റെയും തലക്കെട്ട് ഗലാത്യർക്ക് എന്നാണ്. ഗലാത്യർ 1:1-2 വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസും കൂടെയുള്ള സകല സഹോദരന്മാരും ഗലാത്യ സഭകൾക്ക് എഴുതുന്നത് എന്നും ഗലാത്യർ 3:1 ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ എന്നും നമ്മൾ വായിക്കുന്നു. അതിനാൽ ഈ ലേഖനം അപ്പോസ്തലനായ പൗലോസ് എഴുതിയതാണ് എന്നും അതിന്റെ പ്രഥമ സ്വീകർത്താക്കൾ ഗലാത്യ പ്രദേശത്തെ സഭകളാണ് എന്നും ഉറപ്പിക്കാം. എന്നാൽ തെക്കൻ ഗലാത്യ പ്രദേശത്തെ സഭകൾക്കാണോ വടക്കൻ ഗലാത്യ പ്രദേശത്തെ സഭകൾക്കാണോ പ്രഥമമായി ഈ ലേഖനം എഴുതുന്നത് എന്ന് വ്യക്തമല്ല. ചില വേദപണ്ഡിതന്മാർ ഗലാത്യർക്ക് എഴുതിയ ലേഖനം പൗലോസ് സ്ഥാപിച്ച ഗലാത്യയുടെ തെക്കൻ ഭാഗത്തുള്ള സഭകൾക്ക് എഴുതിയതാണ് എന്ന് കരുതുന്നു. പിസിദിയയിലെ അന്തോക്കിയ, ഇക്കോനിയ, ലുസ്ര, ദർബെ എന്നിവയാണ് ഈ പ്രദേശങ്ങൾ. ഗ്രീക്ക്, കെൽറ്റിക്, റോമൻ സംസ്കാരങ്ങളുടെ സ്വാധീനം ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 13-14 അധ്യായങ്ങളിൽ ഈ പ്രദേശങ്ങളിലെ പൗലോസിന്റെ സന്ദർശനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ യഹൂദന്മാരും ഇതര വിഭാഗത്തിൽപ്പെട്ടവരും താമസിച്ചിരുന്നു. പൗലോസ് തെക്കൻ ഗലാത്യ പ്രദേശങ്ങളിൽ സഭകൾ സ്ഥാപിക്കുന്നത് യെരുശലേം ആലോചനാ യോഗത്തിന് മുമ്പേ അദ്ദേഹത്തിന്റെ 1ാമത്തെ സുവിശേഷ യാത്രയിലാണ്. എന്നാൽ ഈ പ്രദേശങ്ങൾ റോമൻ ഗലാത്യ പ്രവിശ്യയിൽ ഉൾപ്പെട്ടിരുന്നുവെങ്കിലും ഗലാത്യർ എന്ന ജനസമൂഹം താമസിച്ചിരുന്ന പ്രദേശം അല്ല. പൗലോസ് യെരുശലേം ആലോചനാ യോഗത്തിന് മുമ്പേ വടക്കൻ ഗലാത്യ പ്രദേശം സന്ദർശിച്ചിരുന്നില്ല. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 16:6, 18:23 എന്നീ വാക്യങ്ങൾ പ്രകാരം പൗലോസ് തെക്കൻ ഗലാത്യ പ്രദേശത്തിന്റെ അതിരുകൾ വിട്ട് വടക്കോട്ട് യാത്ര ചെയ്തിരുന്നു. എന്നാൽ വടക്കൻ ഗലാത്യ പ്രദേശങ്ങളിൽ പൗലോസ് സഭകൾ സ്ഥാപിച്ചതിന് എഴുതപ്പെട്ട തെളിവുകൾ ഇല്ല. ഗലാത്യർ എന്നത് ഒരു പ്രത്യേക ജനസമൂഹവും ഒരു വിശാലമായ പ്രദേശവുമാണ്. എന്നാൽ ഗലാത്യർ എന്ന സമൂഹം ഗലാത്യ എന്ന വിശാല പ്രദേശത്ത് എല്ലായിടവും ഉണ്ടായിരുന്നില്ല. അതിനാൽ പൗലോസ് മുഖ്യമായും ആർക്കാണ് ലേഖനം എഴുതിയത് എന്നതിൽ വ്യക്തതയില്ല. തെക്കൻ ഗലാത്യ ദേശത്തിലെ സഭകൾക്കാണ് പൗലോസ് ഈ ലേഖനം പ്രഥമമായും എഴുതിയത് എന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ എന്ന പുസ്തകമോ ഗലാത്യർക്ക് എഴുതിയ ലേഖനമോ വടക്കൻ ഗലാത്യയിലുള്ള ഒരു പട്ടണത്തിന്റെയും പേര് പറയുന്നില്ല. വടക്കൻ ഗലാത്യയിലാണ് ഗലാത്യർ എന്ന പ്രത്യേക ജനസമൂഹം താമസിച്ചിരുന്നത്. അതിനാൽ ഈ ലേഖനം തെക്കൻ ഗലാത്യയിലുള്ള സഭകൾക്ക് വേണ്ടി എഴുതിയത് ആയിരിക്കണം. എന്നാൽ ഗലാത്യ എന്ന ജനസമൂഹം താമസിച്ചിരുന്ന വടക്കൻ ഗലാത്യ പ്രദേശത്തെ സഭകൾക്കാണ് ഇത് എഴുതിയത് എന്ന അഭിപ്രായം ഉള്ളവരും ഉണ്ട്. ഏതെങ്കിലും ഒരു പ്രത്യേക പട്ടണത്തിലെ സഭയ്ക്കാണ് സാധാരണയായി പൗലോസ് ലേഖനം എഴുതാറുണ്ടായിരുന്നത്. എന്നാൽ ഒരു പ്രദേശത്തെ ഒന്നിലധികം സഭകൾക്ക് എഴുതിയ ഒരു ലേഖനമാണ് ഗലാത്യർ എന്നത് അതിൻ്റെ ഒരു സവിശേഷതയാണ്. ഇത് ഗലാത്യ സഭകൾക്ക് വേണ്ടി എഴുതിയത് ആണ്. ഗലാത്യർ 2:1-2 വാക്യങ്ങളിൽ പരാമർശിക്കുന്ന യെരുശലേം സന്ദർശനം അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 15 വിവരിക്കപ്പെടുന്ന യെരുശലേം ആലോചനാ യോഗം ആയിരിക്കണം. അങ്ങനെയെങ്കിൽ ഗലാത്യർക്ക് കത്തെഴുതുന്നത് അതിനുശേഷം ആയിരിക്കും. യെരുശലേമിലെ ആലോചനാ യോഗം നടന്നത് ഏകദേശം AD 49-ലാണ്.
എന്നാൽ യെരുശലേം ആലോചനാ യോഗത്തിലെ തീരുമാനങ്ങളെക്കുറിച്ച് ഈ ലേഖനത്തിൽ പരാമർശിക്കുന്നില്ല. ഇത് ലേഖനം എഴുതിയ കാലത്തെക്കുറിച്ച് അല്പം അവ്യക്തത ഉണ്ടാക്കുന്നുണ്ട്. യെരുശലേമിലെ ആലോചനാ യോഗത്തിന് മുമ്പ് ആണ് ഈ ലേഖനം എഴുതിയത് എന്നും ആലോചനാ യോഗത്തിന് ശേഷമാണ് ഇത് എഴുതിയത് എന്നും രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ട്. AD 33-34 അപ്പോസ്തലൻ പൗലോസ് മാനസാന്തരപ്പെടുന്നത്. അദ്ദേഹം രക്തസാക്ഷിയാകുന്നത് ഏകദേശം AD 64-67 കാലയളവിലാണ്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം എഴുതുന്നത് AD 48-51 കാലത്തും. സിറിയയിലെ അന്ത്യോക്യയിൽ താമസിക്കുന്ന അവസരത്തിൽ ആയിരിക്കണം പൗലോസ് ഈ ലേഖനം എഴുതിയത്. ഗലാത്യർക്കുള്ള ലേഖനം ഏകദേശം AD 49 എഴുതപ്പെട്ടു എന്ന് കരുതിയാൽ പൗലോസ് എഴുതിയ ആദ്യത്തെ ലേഖനം ഇതായിരിക്കണം. AD 55-57 കാലത്ത് പൗലോസ് മൂന്നാമത്തെ സുവിശേഷ യാത്രയുടെ ഭാഗമായി മക്കതോനിയ പ്രദേശത്തുകൂടെ യാത്ര ചെയ്യുമ്പോഴാണ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം എഴുതിയത് എന്നും അഭിപ്രായം ഉണ്ട്. ക്രിസ്തീയ വിശ്വാസം ആരംഭിക്കുന്നത് ഒരു യഹൂദ മശിഹ മുന്നേറ്റമായി യെരുശലേമിലാണ്. എന്നാൽ വേഗം അതിന്റെ സന്ദേശം യഹൂദ ഇതര ജനസമൂഹങ്ങളിലേക്ക് പരക്കുകയും അനേകം ജാതികൾ അല്ലെങ്കിൽ യഹൂദ ഇതര വംശത്തിൽപ്പെട്ടവർ ക്രിസ്തീയ വിശ്വാസം സ്വീകരിക്കുകയും ചെയ്തു. അപ്പോസ്തലൻ പൗലോസ് ഒരു സുവിശേഷകനായി നിയോഗിക്കപ്പെടുന്ന കാലമായപ്പോഴേക്കും ജാതികളിൽ നിന്നുള്ള അനേകർ വിശ്വാസത്തിലേക്ക് വന്ന് കഴിഞ്ഞിരുന്നു. AD 31-36 ഇടയിലായിരിക്കണം പൗലോസിന്റെ മാനസാന്തരം സംഭവിക്കുന്നത്. ഇത് സിറിയയിലെ ദമസ്കോസിൽ വെച്ചാണ് സംഭവിക്കുന്നത്. ഇതിന്റെ ചരിത്രം അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 9-ാം അധ്യായത്തിൽ വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് അവന്റെ സുവിശേഷ യാത്ര ആരംഭിക്കുന്നത് സിറിയയിലെ അന്ത്യോക്യ എന്ന പട്ടണത്തിൽ നിന്നാണ്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 13-1-4 വരെയുള്ള വാക്യങ്ങളിൽ ഇതിന്റെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് AD 47-48 ഇടയിലായിരിക്കണം. പൗലോസിന്റെ മാനസാന്തരത്തിനും സുവിശേഷ വേലയ്ക്കായുള്ള നിയോഗത്തിനും ഇടയിൽ ഏകദേശം 10 മുതൽ 14 വർഷങ്ങളുടെ ഇടവേള ഉണ്ട്. പൗലോസിന്റെ മാനസാന്തരം AD 31-36 ഇടയിൽ സംഭവിച്ചു. അതിനുശേഷം അദ്ദേഹം അറേബ്യ മരുഭൂമിയിൽ 3-4 വർഷങ്ങൾ ചെലവഴിച്ചു. അതിനുശേഷം അദ്ദേഹം യെരുശലേം സന്ദർശിച്ചു. അവിടെ പത്രോസിനെയും യാക്കോബിനെയും കണ്ടു. ശേഷം അദ്ദേഹം സുറിയ, കിലിക്യ എന്നീ ദേശങ്ങളിലേക്ക് യാത്ര ചെയ്തു സുവിശേഷം അറിയിച്ചു. ഇത് ഒരു 7-9 വർഷങ്ങളുടെ ചരിത്രമാണ്. അതിനുശേഷം ഏകദേശം 1 വർഷം അദ്ദേഹം സിറിയയിലെ അന്ത്യോക്യയിൽ ഉണ്ടായിരുന്നു. അന്ത്യോക്യയിലെ സഭ പൗലോസ് സ്ഥാപിച്ചതല്ല. സ്തെഫാനോസിന്റെ രക്തസാക്ഷിത്വത്തിന് ശേഷം യെരുശലേമിൽ നിന്നും ഓടിപ്പോയ യഹൂദ ക്രിസ്തീയ വിശ്വാസികൾ ആരംഭിച്ചതാണ് അന്ത്യോക്യയിലെ സഭ. പിന്നീട് ജാതിയരും ക്രിസ്തുവിൽ വിശ്വസിച്ച് സഭയോട് ചേർന്നു. ജാതിയുടെ ഇടയിലെ സുവിശേഷ ഘോഷണത്തിന്റെ കേന്ദ്രം അന്ത്യോക്യ ആയിരുന്നു. പൗലോസ്, ബർണബാസ് എന്നിവർ 1 വർഷത്തോളം അന്ത്യോക്യയിൽ താമസിച്ചു. AD 46 യെരുശലേമിൽ ക്ഷാമമുണ്ടായപ്പോൾ അവർക്ക് സഹായവുമായി പൗലോസും ബർണബാസും അന്ത്യോക്യയിൽ നിന്നും യെരുശലേമിലേക്ക് പോയി. അവർ തിരികെ അന്ത്യോക്യയിൽ എത്തിയതിനു ശേഷമാണ് പൗലോസിന്റെ 1ാമത്തെ സുവിശേഷ യാത്ര ആരംഭിക്കുന്നത്. ഇത് ഏകദേശം AD 47-48 ആയിരിക്കണം. ഇതിനിടയിൽ പല സ്ഥലങ്ങളിലും ജാതിയർ ക്രിസ്തീയ വിശ്വാസം സ്വീകരിക്കുകയും സഭകൾ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 8-ാം അധ്യായത്തിൽ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടുന്ന ഷണ്ണൻ എത്യോപ്യ എന്ന ജാതീയ രാജ്യക്കാരൻ ആയിരുന്നു. വേദപുസ്തകത്തിൽ രേഖകൾ ഇല്ല എങ്കിലും ഐറേനിയസിനെ പോലെയുള്ള സഭാപിതാക്കന്മാരുടെ രചനകളിൽ എത്യോപ്യൻ ഷണ്ണൻ അവന്റെ രാജ്യത്തെ സുവിശേഷം പ്രചരിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. എത്യോപ്യൻ ഓർത്തഡോക്സ് സഭാ പാരമ്പര്യം ഇത് ശരിവെക്കുന്നുണ്ട്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 10-ാം അധ്യായത്തിൽ കൊർന്നല്യോസ് എന്ന റോമൻ പട്ടാളത്തിലെ ശതാധിപൻ മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിനോട് ചേർന്നതിന്റെ വിവരണം ഉണ്ട്. അവനും കുടുംബവും പത്രോസിന്റെ പ്രസംഗം കേൾക്കുവാൻ അവന്റെ വീട്ടിൽ കൂടിയിരുന്ന എല്ലാവരും മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിനെ സ്വീകരിച്ചു. സഭാ പാരമ്പര്യം അനുസരിച്ച് മറ്റു ചില ജാതീയ പട്ടണങ്ങളിൽ യേശുക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാരിൽ ചില സഭകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അന്ത്യോക്യയിലെ സഭയിലെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുവാനായി യെരുശലേമിലെ സഭ ബർണബാസിനെ അയക്കുന്നതായി അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 11-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അന്ത്യോക്യ സന്ദർശനത്തിന് ശേഷമാണ് ബർണബാസ് പൗലോസിനെ അവിടേക്ക് കൊണ്ടുവരുന്നത്.
ഇതിനുശേഷമാണ് ബർന്നബാസിനെയും പൗലോസിനെയും പരിശുദ്ധാത്മാവ് സുവിശേഷ വേലയ്ക്കായി വിളിക്കുന്നത്. അവരുടെ ഒന്നാമത്തെ സുവിശേഷ യാത്ര അന്ത്യോക്യയിൽ നിന്നും ആരംഭിച്ചു. സെലൂക്യ, കുപ്രോസ് എന്നിവിടങ്ങളിലേക്ക് പോയി. ജാതികളുടെ അപ്പോസ്തലൻ എന്ന് അറിയപ്പെടുന്നത് പൗലോസ് ആണ് എങ്കിലും അദ്ദേഹം സുവിശേഷ പ്രവർത്തനങ്ങൾ ക്രമമായി ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ചില ജാതീയ പട്ടണങ്ങളിൽ ക്രിസ്തീയ വിശ്വാസികളും സഭകളും ഉണ്ടായിരുന്നു. ഇത് യഹൂദ ക്രൈസ്തവർക്കും ജാതീയ വിശ്വാസികൾക്കും ഇടയിൽ സാംസ്കാരികമായ സംഘർഷമുണ്ടാക്കി. ഇതിന്റെ പരിഹാരം കണ്ടെത്തുവാനാണ് യെരുശലേം ആലോചനാ യോഗം കൂടിയത്. ചരിത്രപരമായി ദൈവിക ഉടമ്പടി പ്രകാരമുള്ളവർ ഇസ്രായേൽ എന്ന ഏകവംശത്തിൽപ്പെട്ടവരായിരുന്നു. അവർക്ക് മാത്രമായി ഒരു ന്യായപ്രമാണവും ജീവിത രീതികളും ആരാധനാ രീതികളും ഉണ്ടായിരുന്നു. പരിച്ഛേദന, ആഹാരത്തിലുള്ള നിബന്ധനകൾ, ശബത്ത് എന്നിങ്ങനെയുള്ള സവിശേഷമായ പ്രമാണങ്ങൾ യഹൂദന്മാർക്ക് ഉണ്ടായിരുന്നു. അതിനാൽ ജാതീയരിൽ നിന്നും ഒരുവൻ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ അവനും യഹൂദ മതപ്രമാണങ്ങൾ അനുസരിക്കണമെന്ന് യഹൂദ ക്രിസ്തീയ വിശ്വാസികളിൽ ഒരു കൂട്ടർ വിശ്വസിച്ചു. അവർ പൗലോസിന്റെ അപ്പോസ്തലികത്വത്തെ അവഗണിച്ചു. ഇങ്ങനെ ചിന്തിച്ച ചില യഹൂദ ക്രൈസ്തവർ ഗലാത്യയിലെത്തി. ഇത്തരം ഉപദേശകർ യെരുശലേം ആലോചന യോഗത്തിന്റെ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായ പഠിപ്പിക്കലുകളാണ് പ്രചരിപ്പിച്ചത്. ജാതിയരിൽ നിന്നും ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നവർ മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് ജീവിക്കണമെന്നും അതിനാൽ മാത്രമേ നീതീകരിക്കപ്പെടുകയുള്ളൂ എന്നും പഠിപ്പിച്ചു. മോശയുടെ ന്യായപ്രമാണത്തിൽ യഹൂദ മതപ്രമാണങ്ങളും പരിച്ഛേദനയും ഉണ്ടായിരുന്നു. പൗലോസിന്റെ ഒന്നാമത്തെ സുവിശേഷ യാത്രയിലാണ് അദ്ദേഹം തെക്കൻ ഗലാത്യ പ്രദേശങ്ങളിൽ ക്രിസ്തീയ സഭകൾ സ്ഥാപിക്കുന്നത്. ഇതിനെക്കുറിച്ച് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 13-14 അധ്യായങ്ങളിൽ വിവരിക്കുന്നുണ്ട്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 14 അധ്യായം 5-6 വാക്യങ്ങൾ, 21 വാക്യം എന്നീ വാക്യങ്ങളിൽ പറയുന്ന ലുസ്ര, ദർബ, ലുക്കവോനിയ, പിസിദ്യയിലെ അന്ത്യോക്യ എന്നീ പട്ടണങ്ങൾ തെക്കൻ ഗലാത്യ ദേശത്തുള്ളവയായിരുന്നു. ഒന്നാമത്തെ സുവിശേഷ യാത്രയുടെ അവസാനം പൗലോസും ബർന്നബാസും തിരികെ സിറിയയിലെ അന്ത്യോക്യയിൽ ചെന്നു. കുറെ കാലം അവിടെ താമസിച്ചു. ഗലാത്യയിൽ പൗലോസിന്റെ സാന്നിധ്യം ഇല്ലാതിരുന്ന ഈ കാലയളവിൽ പരിച്ഛേദനക്കാരായ യഹൂദന്മാർ അവിടെ എത്തുകയും വിരുദ്ധ ഉപദേശം പഠിപ്പിക്കുകയും ചെയ്തു. ഈ ഉപദേശപ്പിശക് ഗലാത്യർ സ്വീകരിക്കുകയും അനുസരിക്കുകയും ചെയ്തു. യഹൂദ പരിച്ഛേദനവാദികളുടെ ഉപദേശങ്ങൾ ഗലാത്യ സഭയിൽ വലിയ ഭിന്നതയുണ്ടാക്കി. ഇതിനെ ചില ഗലാത്യരെങ്കിലും സ്വീകരിച്ചു എന്നാണ് ലേഖനത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതൊരു ഗൗരവമായ സാഹചര്യം സൃഷ്ടിച്ചു. ഇതിൽ നടുങ്ങിപ്പോയ അപ്പോസ്തലൻ ഈ വിരുദ്ധ ഉപദേശത്തെ ഖണ്ഡിക്കുവാനായി ഗലാത്യർക്ക് ഒരു എഴുത്തെഴുതി. അതാണ് ഗലാത്യർക്ക് എഴുതിയ ലേഖനമായി ഇന്ന് നമ്മൾ വായിക്കുന്നത്. ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം മാത്രം രക്ഷ എന്ന അടിസ്ഥാന ഉപദേശത്തെ തള്ളിക്കളഞ്ഞാൽ ഗുരുതരമായ ഭവിഷ്യത്തുണ്ടാകും എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇതിൽ സുവിശേഷത്തിന്റെ ലളിതമായ സത്യത്തിൽ നിന്നും അകന്നുപോയ ഗലാത്യ സഭകളെ പൗലോസ് ശകാരിക്കുകയും തിരികെ വരുവാൻ ഉപദേശിക്കുകയും ചെയ്യുന്നു. ലേഖനത്തിൽ സുവിശേഷം ചുരുക്കമായി അദ്ദേഹം പ്രസ്താവിക്കുന്നു. പൗലോസ് പ്രസംഗിക്കുന്ന സുവിശേഷം ഇതാണ്: യേശുക്രിസ്തുവിലൂടെ രക്ഷയും നീതീകരണവും യഹൂദനും ജാതിയർക്കും ഒരുപോലെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മാത്രം ലഭിച്ചിരിക്കുന്നു. അതിലൂടെ അബ്രഹാമിന്റെ സകല അനുഗ്രഹങ്ങൾക്കും രക്ഷിക്കപ്പെട്ട എല്ലാവരും അവകാശികളായി തീർന്നിരിക്കുന്നു. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 15-1 വാക്യത്തിൽ പരാമർശിക്കുന്ന യഹൂദന്മാർ തന്നെയാണോ ഗലാത്യ സഭകളിലും എത്തിയത് എന്ന് നിശ്ചയമില്ല. എങ്കിലും സാധ്യതയുണ്ട്. കാരണം സിറിയയിലെ അന്ത്യോക്യയിലും ഗലാത്യയിലും എത്തിയവർ ഒരേ വിരുദ്ധ ഉപദേശമാണ് പഠിപ്പിച്ചത്. ഗലാത്യർ 1-2 അധ്യായങ്ങളിൽ പൗലോസ് അദ്ദേഹത്തിന്റെ അപ്പോസ്തലികത്വത്തെ പ്രതിരോധിക്കുന്നു. 3-4 അധ്യായങ്ങളിൽ വിശ്വാസം, ന്യായപ്രമാണം എന്നീ വിഷയങ്ങളിലേക്ക് കടക്കുന്നു. 5-6 അധ്യായങ്ങളിൽ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തിന്റെ പ്രായോഗിക ഉപയോഗങ്ങളെക്കുറിച്ച് ഉപദേശിക്കുന്നു. വിരുദ്ധ ഉപദേശത്തെ സ്വീകരിച്ച് വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ചു പോയ ഗലാത്യ സഭകൾക്ക് അപ്പോസ്തലനായ പൗലോസ് എഴുതുന്ന ലേഖനം ക്രിസ്തീയ സഭയ്ക്ക് എതിരായി പൗലോസ് നടത്തിയ ഉപദ്രവങ്ങൾ, യേശുക്രിസ്തുവിന്റെ നേരിട്ടുള്ള പ്രത്യക്ഷത എന്നീ സംഭവങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട്
അദ്ദേഹത്തിന്റെ അപ്പോസ്തലികത്വത്തെ പ്രതിരോധിക്കുന്നു. ജാതികളുടെ ഇടയിൽ സുവിശേഷം അറിയിക്കുവാനുള്ള ദൈവിക നിയോഗം മറ്റ് അപ്പോസ്തലന്മാരും അംഗീകരിച്ചതാണ്. ജാതികളുമായി കൂട്ടായ്മ ആചരിക്കുന്ന വിഷയത്തിൽ വിസമ്മതിച്ച പത്രോസിനെ ഒരിക്കൽ അദ്ദേഹം ശാസിച്ചു. മോശയുടെ ന്യായപ്രമാണ നിമിത്തമല്ല, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മാത്രം നിമിത്തമാണ് എല്ലാവരും നീതീകരിക്കപ്പെടുന്നത്. പൗലോസ് അദ്ദേഹത്തിന്റെ അപ്പോസ്തലികത്വത്തെ പ്രതിരോധിക്കുന്നത് ഇങ്ങനെയാണ്: ഉയർത്തെഴുന്നേറ്റവനായ യേശുക്രിസ്തുവിന്റെ നേരിട്ടുള്ള വെളിപ്പെടൽ അദ്ദേഹത്തിന് ഉണ്ടായി. യേശുക്രിസ്തുവാണ് പൗലോസിനെ യഹൂദ ഇതര വംശജരുടെ അല്ലെങ്കിൽ ജാതിയരുടെ ഇടയിലെ വേലയ്ക്കായി തിരഞ്ഞെടുത്ത് അയച്ചത്. അദ്ദേഹത്തിന്റെ മാനസാന്തരത്തിന് ചില വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം യെരുശലേമിലേക്ക് പോയതും അപ്പോസ്തലന്മാരെ കണ്ടതും. ക്രിസ്തുവിന്റെ സുവിശേഷത്തെ പൗലോസ് പ്രതിരോധിക്കുന്നു. മോശയുടെ ന്യായപ്രമാണത്താൽ അല്ലാതെ വിശ്വാസത്താൽ മാത്രം നീതീകരിക്കപ്പെട്ട ഒരുവന്റെ ഉദാഹരണമാണ് അബ്രഹാം. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്നും മനുഷ്യവംശത്തെ യേശുക്രിസ്തു അവന്റെ ക്രൂശുമരണം എന്ന പാപപരിഹാര യാഗത്തിലൂടെ വീണ്ടെടുത്തു. ന്യായപ്രമാണം ഒരു ശിശുപാലകനെ പോലെ നമ്മളെ ക്രിസ്തുവിങ്കലേക്ക് നയിച്ചു. വിശ്വാസത്താൽ നമ്മൾ പുതിയ ഉടമ്പടിക്ക് ഭാഗമാകുകയും ക്രിസ്തുവിനോടൊപ്പം കൂട്ടവകാശികൾ ആയിത്തീരുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ദൈവമക്കൾ ആയിത്തീരുന്നു. ക്രിസ്തു നൽകുന്ന സുവിശേഷത്തിന്റെ ഉടമ്പടിയുടെ ഭാഗമായി ഉറച്ചു നിൽക്കുവാൻ പൗലോസ് ആഹ്വാനം ചെയ്യുന്നു. ജഡത്തിന്റെ പ്രവൃത്തികളിൽ ജീവിക്കുന്നവരും ആത്മാവിന്റെ ഫലം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നവരും തമ്മിലുള്ള ഒരു താരതമ്യം പൗലോസ് വിവരിക്കുന്നു. തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ, മനുഷ്യൻ വിതയ്ക്കുന്ന തന്നെ കൊയ്യും, നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും എന്നീ ഉപദേശങ്ങളും അദ്ദേഹം നൽകുന്നു. തീവ്ര വൈകാരികവും കർശനവും രൂക്ഷവും അടിയന്തരവുമായ ഭാഷയും ശൈലിയുമാണ് പൗലോസ് ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ലേഖനത്തിന്റെ ആരംഭത്തിൽ ഒരു മുഖവുര പറയുന്ന പതിവ് ശൈലി ഈ ലേഖനത്തിൽ ഇല്ല. ഗലാത്യയിൽ സംഭവിച്ച കാര്യങ്ങളിൽ പൗലോസ് വളരെ അസ്വസ്ഥനായിരുന്നു എന്നതിന്റെ തെളിവാണിത്. അദ്ദേഹം ആരംഭിക്കുന്നത് തന്നെ ഗലാത്യരെ ശകാരിച്ചുകൊണ്ടാണ്. ഗലാത്യയിലെ ക്രിസ്തീയ വിശ്വാസികളുടെ ചില യഹൂദന്മാർ കടന്നു കയറുകയും രക്ഷിക്കപ്പെടുവാൻ പരിച്ഛേദന, ന്യായപ്രമാണം എന്നിവ ആചരിക്കണമെന്ന് ഉപദേശിക്കുകയും ചെയ്തു. അവർ പൗലോസിന്റെ അപ്പോസ്തലികത്വത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തു. ഇവരെ പൗലോസ് ചിലർ നിങ്ങളെ കലഹിപ്പിക്കുന്നവർ എന്നിങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്. ഗലാത്യയിലെ വിശ്വാസികൾ യഹൂദന്മാരുടെ വിരുദ്ധോപദേശത്തിൽ അകപ്പെട്ടുവെങ്കിലും അവർ തിരികെ വരാതെ വണ്ണം നഷ്ടമായില്ല. എങ്കിലും അവർ ബുദ്ധികെട്ടവരെ പോലെ ആയതിൽ പൗലോസ് അവരെ ശാസിക്കുന്നു. എന്തുകൊണ്ട് അവർ വിരുദ്ധ ഉപദേശങ്ങളെ ഉപേക്ഷിച്ച് ക്രിസ്തുവിന്റെ നിർമ്മല സുവിശേഷത്തിലേക്ക് തിരികെ വരണമെന്നാണ് പൗലോസ് ഈ ലേഖനത്തിൽ വിശദീകരിക്കുന്നത്. യേശുക്രിസ്തു ഒരു പുതിയ ഉടമ്പടി സ്ഥാപിച്ചിരിക്കുന്നു. അതിൻ പ്രകാരം യേശുവിന്റെ ശിഷ്യരാകുവാനും രക്ഷിക്കപ്പെടുവാനും യഹൂദ മതത്തിൽ ചേരുകയോ മോശയുടെ ന്യായപ്രമാണം അനുസരിക്കുകയോ ചെയ്യേണ്ടതില്ല. യഹൂദ മതത്തിൽ ചേരുന്നതും മോശയുടെ ന്യായപ്രമാണം അനുസരിക്കുന്നതും സുവിശേഷത്തിന്റെ സത്യത്തെ നിരസിക്കലാണ്. പുതിയ നിയമത്തിന്റെ ഉപദേശം യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മാത്രം മൂലം ഉള്ള രക്ഷയാണ്. രക്ഷയ്ക്ക് പ്രവൃത്തികൾ കണക്കിടുന്നില്ല. രക്ഷ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം മാത്രം ലഭിക്കുന്നു. ഇതിനായി മോശയുടെ ന്യായപ്രമാണം പാലിക്കേണ്ടതില്ല. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലുള്ള രക്ഷ വരുന്നത് വരെ ന്യായപ്രമാണം ഒരു പരിശീലകനെ പോലെ പ്രവർത്തിച്ചു. വിശ്വാസത്താലുള്ള രക്ഷ വന്നതിന് ശേഷം പരിശീലകനായ ന്യായപ്രമാണം ആവശ്യം ഇല്ല. ക്രിസ്തീയ വിശ്വാസികൾ ന്യായപ്രമാണത്തിൽ നിന്നും പ്രാപിച്ച സ്വാതന്ത്ര്യം ജഡത്തിന്റെ പ്രവൃത്തികൾ നിവർത്തിക്കുവാൻ അവസരമാക്കരുത് എന്നും പൗലോസ് ലേഖനത്തിൽ ഉപദേശിക്കുന്നു. ഓരോ വിശ്വാസിയും പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടണം. പുതിയ ഉടമ്പടിയുടെ കാലത്ത് വിശ്വാസികൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലും നടത്തിപ്പിലും ജീവിക്കണം. ഗലാത്യ ലേഖനം പൗലോസിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട പല ചരിത്ര സംഭവങ്ങളുടെ എഴുതപ്പെട്ട രേഖ കൂടിയാണ്. ഇതിൽ അദ്ദേഹം പരാമർശിക്കുന്ന എന്നാൽ മറ്റൊരിടത്തും വായിക്കുവാൻ കഴിയാത്ത വിവരങ്ങളുണ്ട്. 1-2 അധ്യായങ്ങളിൽ അദ്ദേഹത്തിന്റെ മുൻകാല ജീവിതത്തിന്റെ ചില വിവരങ്ങളുണ്ട്. ഇതിൽ അദ്ദേഹം അറബിയിലേക്ക് പോയതിന്റെയും പത്രോസ്, യാക്കോബ് എന്നിവരെ ആദ്യമായി കണ്ടതിന്റെയും പത്രോസിനോടൊപ്പം 15 ദിവസങ്ങൾ താമസിച്ചതിന്റെയും വിവരണം ഉണ്ട്. ഈ വിവരങ്ങൾ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. 2-ാം അധ്യായത്തിൽ യെരുശലേം ആലോചന യോഗത്തിൽ പങ്കെടുത്തതിന്റെ വിവരണവും ഉണ്ട്.
ഗലാത്യർ 2:11 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ പത്രോസുമായി ഉണ്ടായ വിശ്വാസപരമായ അഭിപ്രായ വ്യത്യാസവും അദ്ദേഹം രേഖപ്പെടുത്തി. ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തെ ഒരു സംക്ഷിപ്തമായ റോമർ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. 2 ലേഖനങ്ങളുടെയും കേന്ദ്ര വിഷയം വിശ്വാസത്താലുള്ള നീതീകരണം ആണ്. ഗലാത്യർ 3-4 അധ്യായങ്ങളിൽ ദൈവശാസ്ത്രപരമായും 5-6 അധ്യായങ്ങളിൽ പ്രായോഗികമായും പൗലോസ് ഇതിനായി വാദിക്കുന്നു. പൗലോസിന്റെ അപ്പോസ്തലികത്വവും യഹൂദന്മാർ ചോദ്യം ചെയ്തിരുന്നു. അതിനാൽ അദ്ദേഹം അതിനെ പ്രതിരോധിക്കുന്നത് 1-2 അധ്യായങ്ങളിൽ വായിക്കാം. റോമർക്കെഴുതിയ ലേഖനത്തിലെ ചില വിഷയങ്ങൾ ഗലാത്യർക്കെഴുതിയ ലേഖനത്തിലും നമുക്ക് വായിക്കാവുന്നതാണ്. നീതീകരണത്തിന് ന്യായപ്രമാണത്തിന് കഴിവില്ല. ക്രിസ്തീയ വിശ്വാസികൾ ന്യായപ്രമാണത്തിന് മരിച്ചിരിക്കുന്നു. വിശ്വാസികൾ ക്രിസ്തുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. വിശ്വാസത്താലുള്ള അബ്രഹാമിന്റെ നീതീകരണം. ക്രിസ്തീയ വിശ്വാസികൾ അബ്രഹാമിന്റെ ആത്മീയ സന്തതികളാണ്. അതിനാൽ അവർ അബ്രഹാമിൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ന്യായപ്രമാണം രക്ഷ കൊണ്ടുവരുന്നില്ല. ദൈവിക ക്രോധത്തിനു മാത്രമേ ഹേതുവാകുന്നുള്ളൂ. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പാപത്തിന്റെ സാർവ ലൗകികത. വിശ്വാസികൾ ക്രിസ്തുവിനോട് ചേർന്ന് ആത്മീയമായി സ്നാനപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ പുത്രന്മാരായി വിശ്വാസികൾ ദത്തെടുക്കപ്പെട്ടിരിക്കുന്നു. സ്നേഹം ന്യായപ്രമാണത്തെ നിവർത്തിക്കുന്നു. ആത്മാവിൽ നടക്കുന്നതിന്റെ പ്രാധാന്യം. ആത്മാവിനെതിരായ ജഡത്തിന്റെ പോരാട്ടം. വിശ്വാസികൾ ഓരോരുത്തരും മറ്റുള്ളവരുടെ ഭാരം ചുമക്കണം. ഗലാത്യർ 2:1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് യെരുശലേമിലേക്ക് പോയതായും അവിടെ പൗലോസ് യാക്കോബ്, യോഹന്നാൻ എന്നിവരെ കണ്ടതായും പറയുന്നു. ഈ വേദഭാഗം വ്യാഖ്യാനിക്കുന്നതിൽ ചില വെല്ലുവിളികളുണ്ട്. ഇവിടെ പറയുന്ന പൗലോസിന്റെ യാത്ര ഒന്നാമത്തെ യെരുശലേം ആലോചന യോഗത്തിനായി പോയതാണോ, അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 11-ാം അധ്യായം 27 മുതൽ 30 വരെ വിവരിക്കുന്നത് പോലെ യെരുശലേമിൽ ഉണ്ടായ മഹാക്ഷാമത്തിന്റെ കാലത്ത് അവിടെയുള്ള വിശ്വാസികൾക്ക് സഹായവുമായി പോയതിന്റെ ചരിത്രമാണോ? സ്നാനത്താൽ ഒരുവന്റെ ആത്മാവ് പുനർജനിക്കുന്നുവെന്നും അതിനാൽ രക്ഷയ്ക്ക് സ്നാനം ആവശ്യമാണ് എന്നുമുള്ള വിരുദ്ധ ഉപദേശം പഠിപ്പിക്കുന്നവർ അവരുടെ വാദങ്ങൾക്ക് സഹായമായി ഗലാത്യർ 3:27 വാക്യം ഉപയോഗിക്കാറുണ്ട്. അതിനാൽ ഇവിടെയും ചില വ്യാഖ്യാന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള അധികാര ശ്രേണിയെക്കുറിച്ചുള്ള പാരമ്പര്യ ക്രിസ്തീയ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നവർ ഗലാത്യർ 3:28 വാക്യം ഉപയോഗിക്കാറുണ്ട്. പുരുഷന് സ്ത്രീകളുടെ മേൽ ആത്മീയ അധികാരം ഉണ്ട് എന്നും അതിനാൽ സ്ത്രീകൾ കീഴടങ്ങിയിരിക്കണമെന്നുമാണ് പാരമ്പര്യ ക്രിസ്തീയ വിശ്വാസം. എന്നാൽ ഗലാത്യർ 3:28 ആത്മീയമായ തുല്യതയാണ് ഉപദേശിക്കുന്നത് എന്ന് ആധുനിക ദൈവശാസ്ത്ര ചിന്തകരിൽ ചിലർ വാദിക്കുന്നു. രക്ഷാഭദ്രത എന്ന വിഷയത്തെ ആസ്പദമാക്കിയും ചില തർക്കങ്ങളുണ്ട്. ഗലാത്യർ 5:4 നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടുപോയി, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി എന്നീ വാക്യങ്ങൾ ഒരു വിശ്വാസിയുടെ രക്ഷ നഷ്ടപ്പെട്ടു പോയേക്കാം എന്നാണ് അർത്ഥമാക്കുന്നത് എന്ന് ചിലർ വാദിക്കുന്നു. ഗലാത്യർ 6:11 നോക്കുവിൻ എത്ര വലിയ അക്ഷരമായി ഞാൻ നിങ്ങൾക്ക് സ്വന്തം കൈകൊണ്ട് തന്നെ എഴുതിയിരിക്കുന്നു എന്ന വാക്യം ഗലാത്യ ലേഖനത്തെ മൊത്തമായി പരാമർശിക്കുന്നുവോ അതോ അവസാനത്തെ ചില വാക്യങ്ങളെ കുറിച്ച് മാത്രം പറയുന്നുവോ? ഗലാത്യർ 6:16 വാക്യം ദൈവത്തിന്റെ ഇസ്രായേലിനും എന്നതുകൊണ്ട് ഇസ്രായേൽ ജനവും ക്രിസ്തീയ സഭയും തമ്മിലുള്ള അതിർവരമ്പ് പൗലോസ് മായ്ച്ചു കളഞ്ഞിരിക്കുന്നു എന്ന് ചില വേദചിന്തകർ വാദിക്കുന്നു. ഇവിടെ ക്രിസ്തീയ സഭയാണ് ദൈവത്തിന്റെ ഇസ്രായേലിനും എന്ന് പൗലോസ് വിളിക്കുന്നത്. ഇതിൽ ഇസ്രായേൽ ജനവും ഉൾപ്പെട്ടിട്ടുണ്ടോ? ഇതെല്ലാമാണ് ഗലാത്യ ലേഖനത്തിലെ പ്രധാന വ്യാഖ്യാന വെല്ലുവിളികൾ. ക്രിസ്തുവിന്റെ സുവിശേഷത്തെ കൂടുതൽ വ്യക്തമായി ഗ്രഹിക്കുവാൻ ഗലാത്യർക്കെഴുതിയ ലേഖനം സഹായിക്കുന്നു. ക്രിസ്തുവിനെ കുറിച്ചും അവന്റെ പരമയാഗത്തെക്കുറിച്ചുമുള്ള സുവിശേഷത്തിൽ വിശ്വസിക്കുന്നതിലൂടെ മാത്രമേ ഒരുവൻ രക്ഷ പ്രാപിക്കുന്നുള്ളൂ. നീതീകരണത്തിന് യാതൊരു പ്രവൃത്തിയും കാരണമല്ല. രക്ഷിക്കപ്പെട്ട ഒരു ക്രിസ്തീയ വിശ്വാസി പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിക്കണം. പരിശുദ്ധാത്മാവിലാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ആത്മീയ ഫലങ്ങൾ ഉളവാകുന്നത്. അവ മനുഷ്യരുടെ പ്രയത്നത്താൽ ഉളവാകുന്നത് അല്ല. ക്രിസ്തുവിലുള്ള സാന്ദ്രത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ ഗലാത്യർക്കെഴുതിയ ലേഖനം നമ്മളെ പ്രബോധിപ്പിക്കുന്നു. ഗലാത്യർക്കെഴുതിയ ലേഖനത്തിന്റെ എഴുത്തുകാരനും പശ്ചാത്തലവും എന്ന ഭാഗം ഇവിടെ അവസാനിക്കുന്നു. ഇതിനുശേഷമുള്ള പഠനങ്ങളും ഇതേ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ഈ ലേഖനത്തിന്റെ പഠനം ബുക്കായി തികച്ചും സൗജന്യമായി ലഭ്യമാണ്. താല്പര്യമുള്ളവർ വാട്സാപ്പിലൂടെ ആവശ്യപ്പെടുക. ഫോൺ നമ്പർ 9961330751.
ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.